നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു നിമിത്തമുണ്ടാവും. നമ്മുടെ ജീവിതയാത്രയിൽ ഒരു രക്ഷകനുണ്ടാവും. അങ്ങനെ ഇന്നലെ ട്രെയിന് മുന്നിൽ ചാടി മരിക്കാൻ തീരുമാനിച്ച ഒരു യുവാവിന് രക്ഷകനായി ഒരാളുണ്ടായി. ആ രക്ഷകൻ ആലപ്പുഴ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഷാദാണ്. ഒരു മിസ്സിംഗ് കേസ് ഉണ്ടെന്ന് പറഞ്ഞൊരു കോൾ ആ സ്റ്റേഷനിലെ വിജയൻ എന്ന് പറഞ്ഞ സാർ വിളിച്ചു പറയുകയും, എന്നാൽ മറ്റുള്ളവരാണെങ്കിൽ അത് രാവിലെ 7 മണിക്കാണ്, അത് പതിയെ നോക്കാമെന്നുള്ള രീതിയിൽ ആ വിഷയത്തെ വിട്ടിരുന്നെങ്കിൽ ഇന്നൊരു കുട്ടിയുടെ ജീവൻ, ഒരു യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥന് കഴിയില്ലായിരുന്നു. നമുക്ക് തന്നെ അറിയാം, ചെന്താമര എന്ന് പറയുന്ന ഒരാള് ഒരു അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോവുകയും തിരിച്ചിറങ്ങി വന്ന് പരോളിറങ്ങി വന്ന് ഞങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ട് അവിടുത്തെ സർക്കിൾ അതിന് വേണ്ട രീതിയിൽ ആ പരാതിയെ പരിഗണിച്ചിരുന്നുവെങ്കിൽ രണ്ടുപേരുടെ കൊലയും കൂടി ആ നാട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. ഒരു പെൺകുട്ടി തീർത്തും അനാഥയാവില്ലായിരുന്നു. ഇവിടെ അങ്ങനെയാണ്. ഇത് രാവിലെ വന്നൊരു മിസ്സിംഗ് കോളിൽ നോക്കിയിട്ട് പറഞ്ഞ് ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ തന്നെ ഈ നിഷാദ് ആ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് റെയിൽവേ ട്രാക്കിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ യാത്രയിലായിരിക്കും എന്ന് ആദ്യം നിഷാദ് വിചാരിക്കുന്നു. പിന്നീട് ആണ് അറിയുന്നത് മൂവിങ് ഇല്ല, ഒരേ സ്ഥലത്ത് നിൽക്കുന്നു. പിന്നെ ഫോൺ എവിടെയെങ്കിലും വീണ് കിടക്കുകയാണ്, ഇയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് അറിയാൻ വേണ്ടി പിന്നെ നിഷാദ് അന്നേരം തന്നെ ഈ ലൊക്കേഷനിലുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് വരുന്ന ട്രെയിൻ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇനി പറ്റില്ല എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ അയാൾ തന്നെ പറഞ്ഞു റെയിൽവേ പാളത്തിൽ ഒരു ചെക്കനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നിഷാദ് ഓട്ടമായിരുന്നു. ഒരു ഓടിച്ചെന്ന് ആ യുവാവിനെ ട്രെയിൻ ചാടുന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ആ ചാടലിടാ എന്ന് പറയുന്ന വീഡിയോസ് ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്തിനാലും തന്റെ മുന്നിൽ ഒന്ന് രാവിലെ 7 മണിക്ക് വന്ന ഡ്രസ്സ് പോലും മാറാതെ ആ 7 മണിക്ക് വന്ന കോളിന് ഉത്തരം തേടി പോയത് കൊണ്ടാണ് ഒരു ജീവനെ രക്ഷിക്കാൻ നിഷാദ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനും അയാളുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ട് ഒരു ജീവനെ രക്ഷിക്കാനും കഴിഞ്ഞു. ഇത്തരം പോലീസുകാരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് വാർത്തകളുടെ സന്തോഷം നൽകുന്ന ഒന്നാണ്.